ഞാൻ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഒരു പുസ്തകമേ നിങ്ങൾ വായിക്കുള്ളൂ എങ്കിൽ അത് ഗാന്ധിജിയുടെ പുസ്തകമായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളായിരിക്കണം എന്നാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കടക്കണ്ട അടുത്ത് വെച്ച് പിടിച്ചുകൂടെ? ഇപ്പോ അതിഥി ദേവോ ഭവ, അതിഥി മന്ദിരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുത്തു. അവര് നോക്കണ്ടെന്നൊന്നും അല്ല അഭിപ്രായം. പക്ഷെ അവരാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ എന്തായാലും ഒന്നുമില്ല, ഒരു സംശയമില്ലാത്ത കാര്യം. അത് പാൻപരാഗിനി തുടങ്ങി ഇന്നിപ്പോ എവിടെ എത്തി നിൽക്കുന്നുണ്ടെന്നല്ല എല്ലാവർക്കും അറിയാം. ഇപ്പോഴും എന്നിട്ട് പറയുന്നത് ഇപ്പൊ മദ്യം വലിയ നല്ലവനായി, കള്ള് അതിലേറെ നല്ലവനായി, യാഗത്തിൽ പറയുന്ന പോലെ സോമരസം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ഇനി എത്തുമെന്നറിയില്ല. എന്തെങ്കിലും അറിയാൻ നോക്കൂ. ആരാ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. മുതിർന്ന തലമുറയെ ഞാൻ എപ്പോഴും കുറ്റം പറയാൻ ആഗ്രഹിക്കുള്ളൂ. ഞാൻ കുട്ടികളെ പറയില്ല. കാരണം നയിക്കുന്നതിൽ പറ്റുന്ന തെറ്റാണ്. വെള്ളം ഒഴുകി വരുന്ന കണ്ടാൽ അറിയണം അത് എവിടേക്കാ പോകണമെന്ന്. താഴ്ച എവിടെയാണെന്ന് നോക്കി നമ്മൾ അവിടെ പ്രിവെന്റ് ചെയ്താൽ മാത്രമേ അതവിടെ നിൽക്കുള്ളൂ. അത് നിൽക്കാതെ നമ്മൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇഷ്ടമല്ല. കാരണം കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷയും, അവരാണ് മുന്നോട്ട് വരേണ്ടവരും. അവരിൽ നിന്നൊരു കുറ്റം പറയണ്ട. ഈ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നവരാരാ? ആലോചിച്ച് നോക്കൂ. ഓയൻസിലായിരുന്നു 22 വർഷക്കാലം, മൊത്തം 34 വർഷത്തെ സർവീസ്. റിട്ടയർമെന്റ് കഴിഞ്ഞു. എന്നിട്ടും വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 കുടുംബങ്ങൾക്ക് നമ്മളാലാവും വിധം സഹായം ചെയ്യണമെന്നുള്ള ഒരു മോട്ടീവായിരുന്നു അതിന്. 10 കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശായിട്ട് കൊടുക്കാനല്ല, അവർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർ ജോലിയും ചെയ്യും, അവരുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാനവും. അങ്ങനെ ഞങ്ങള് ഒരു 4-5 പേര് ചേർന്നിട്ട് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പ്രകാശം പരത്തണം എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ പുസ്തകം തന്നെയാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഒരു പുസ്തകമേ നിങ്ങൾ വായിക്കുള്ളൂ എങ്കിൽ അത് ഗാന്ധിജിയുടെ പുസ്തകമായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളായിരിക്കണം എന്നാണ് ഞാൻ കുട്ടികളോട് പറയാറ്. തീർച്ചയായിട്ടും അതുകൊണ്ട്, കാരണം നല്ല മാതൃകകൾ ഉണ്ടെങ്കിൽ സമൂഹം എന്നും നന്നായിട്ട് തന്നെ പോകും. നല്ല മാതൃകകളുടെ അഭാവം തന്നെയാണ് ഇന്ന് നാം കാണുന്ന എല്ലാറ്റിൻ്റെയും അടിത്തറ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോ തൊട്ടു മുമ്പിൽ നമ്മുടെ കബീറണ്ണൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളർന്ന സാഹചര്യം ആയിരിക്കാം നമ്മളെ കുറേയും കൂടെ. കാരണം നമ്മൾ അന്ന് വളരുമ്പോൾ കുട്ടികൾ എന്നും സുരക്ഷിതരാണ്. എല്ലാ വീടുകളിലെ കണ്ണുകളും കുട്ടികളിലുണ്ട്. തെറ്റ് ചെയ്താൽ എല്ലാ വീട്ടിൽ നിന്നും അടിയുള്ളൂ. അപ്പോ കുട്ടി സുരക്ഷിതമായിരുന്നു. എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികള് അടുത്തടുത്ത കമ്പാർട്ട്മെന്റുകൾ പോലെയാണോ, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. കുട്ടിയോട് ഏറ്റവും നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ എല്ലാ മക്കളും പറയുന്ന ഒരേ ഒരു ആൻസറാണ് മൊബൈൽ. അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക. ഇന്നത്തെ അമ്മമാര് കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ, പണ്ട് കാക്കയെ പൂച്ചയെ കാണിച്ച് അമ്പിളിമാമനെ കാണിച്ചിരുന്ന ആ കാലഘട്ടമൊക്കെ പോയി. ഇന്ന് വേഗം എടുത്തു കൊടുക്കും, മൊബൈൽ എടുത്തു കൊടുക്കും, കാർട്ടൂൺ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. കുഞ്ഞ് കാർട്ടൂണിനെ നോക്കും. ഇതിങ്ങനെ പോകുന്നത് ഭക്ഷണമാണ് എന്ന് പോലും കുഞ്ഞിന് അറിയുന്നില്ല, ഒരു ആസ്വാദനം അറിയുന്നില്ല. അതിങ്ങനെ ചെലുത്തുക എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് പറയുന്നുള്ളൂ. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെയാണ് ഭക്ഷണം പോലും കുഞ്ഞിന്റെ ദേഹത്ത് കയറുന്നത്. അവിടുന്ന് തുടങ്ങുന്നു ഇന്ന് കാണുന്ന എല്ലാ മൂല്യച്യുതികളുടെയും തുടക്കം. അപ്പോൾ നമ്മൾ എവിടുന്ന് കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല മാതൃകകൾ സമൂഹത്തിൽ ഉണ്ടാവണം, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ കാലികമായ മാറ്റം എല്ലാവരിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കയറുമ്പോൾ എൻ്റെ സീനിയേഴ്സായ അധ്യാപകരെ കണ്ട് അവരിൽ നിന്ന് നല്ല കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ കുറേ കാലഘട്ടം പോയത്. ഇപ്പോൾ ഈ കൂടെയുള്ളവര്, ഇപ്പോൾ സർവീസിലുള്ള ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവര്, സമാധാനത്തോടെ പുറത്തിറങ്ങിയല്ലോ, ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നാ ചോദിച്ചു. ടീച്ചറാന്ന് പറയാൻ ഒരു ലജ്ജ തന്നെ തോന്നി തുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ അധ്യാപകരുടെ മാനസികാവസ്ഥ. കാരണം എല്ലാവർക്കും അറിയാം കാരണമൊക്കെ എന്താണ്. വീട്ടിൽ നിന്ന് മുതൽ കുട്ടി എവിടുന്നാ തുടങ്ങുന്നത്? ആദ്യത്തെ ഗുരു അമ്മ.
അച്ഛൻ, കുടുംബം, അതിന്റെ ചുറ്റുപാട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവന്റെ 15 വയസ്സ് വരെയും പ്രധാന സെന്റർ സ്കൂളാണ്. ഈ 2 ഭാഗങ്ങൾ ശരിയായാൽ തന്നെയാണ് ഏത് വ്യക്തിയും നന്നാവുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ കുട്ടിക്കാലത്ത് ധാരാളം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ വായനശാലകളായിക്കോട്ടെ, സാംസ്കാരികത, ഇനി ഒന്നുമില്ലെങ്കിൽ കളിക്കാമെങ്കിൽ ഒരുമിച്ച് എല്ലാവരും കൂടുമായിരുന്നു. അവിടെ ഈ വേണ്ടാത്തൊന്നും ചുറ്റും സമൂഹത്തിനും ഇല്ല കേട്ടോ. ഇനി അതും പറയണമല്ലോ, അന്ന് കാലത്ത് രാസലഹരിയൊന്നുമില്ല. പറയുന്നതിനെ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു രാമൻ നായർ കള്ളുഷാപ്പിലേക്ക് പോകുന്നത് തലയിൽ കൂടെ മുണ്ടിട്ടിട്ടാണ് അത്രയെന്ന്. എന്ന് പറഞ്ഞാൽ അതുപോലും മറ്റുള്ളവർ കാണരുത് എന്ന് പറഞ്ഞിട്ട് തലയിൽ മുണ്ടിട്ടിട്ട് പോകുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ളൊരു കാലഘട്ടം മാറി നേരെ തിരിച്ച് എന്താ ഞാൻ ഇങ്ങനെയെന്നുള്ള ഭാവത്തിലാണ്. അത് മാത്രമല്ല, രൂപം, ഭാവം, അവന്റെ പ്രവർത്തനം 3ഉം ഒരുപോലെ ഇത്രയും പറ്റാത്ത രീതിയിൽ എത്തിച്ചതിന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്. നിയമത്തിന് വലിയൊരു കൂട്ടുണ്ട്. ഒരു കാലത്ത് നിയമം ആർക്കും ഒന്നും അറിയില്ല. ഇന്ന് നിയമങ്ങൾ അറിഞ്ഞോ അറിയില്ലേന്നറിയില്ല. പ്രധാനമായും ഇപ്പോ നമ്മൾ വിചാരിക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും. ടെക്നോളജി ലോകം മുഴുവൻ കൈക്കുള്ളിലായി. ഒരു കൈക്കുള്ളിൽ ലോകത്ത് എന്ത് വേണമെങ്കിലും എത്തിക്കാമെന്ന് വരും. അത് രക്ഷകനായി വരുന്നാണ് വിചാരിച്ചത്. പക്ഷേ കൂടുതലും അത് ശിക്ഷകനായിട്ടാണ് ഇന്ന് സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ രാസലഹരി പറഞ്ഞ പോലെ 2 പോർട്ട് പിടിക്കാൻ അറിയത്തില്ല. 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി നമ്മുടെ ഋഷിരാജ് സിംഗിനോട് ചോദിച്ചു ഒരു ചോദ്യം. മോയൻസിലിരിക്കുമ്പോൾ ഒരു നല്ല അനുഭവമാണ് ഇപ്പോൾ പറയാം. അദ്ദേഹം വന്നിട്ട് കുട്ടികളെ അഭിസംബോധന ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, സ്കൗട്ടും ഗൈഡും കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ കുറച്ചും കൂടെ വലിയ ആളുകളെയൊക്കെ കിട്ടാനൊക്കെ എളുപ്പമാണ്. അദ്ദേഹം വന്നപ്പോ ഈ കുട്ടി ഒരു ഒറ്റ ചോദ്യം, അല്ല സർ, എന്തിനാ ഇത് ഉണ്ടാക്കണത്? മദ്യം കഴിച്ചിട്ട് വീടുകളിൽ പ്രശ്നം ഉണ്ടാവുന്നു, സാമ്പത്തിക നഷ്ടം, സാമൂഹ്യമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടെ എല്ലാവരും ആവലാതെ അന്ന് മദ്യത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പറഞ്ഞപ്പോ ഈ കുട്ടി ഒറ്റ ചോദ്യം, ഇത് ഉണ്ടാക്കിയിട്ടല്ലേ സാർ വാങ്ങണത്? സാർ ഒന്നിങ്ങനെ സ്വതസിദ്ധമായ ശൈലിയിൽ മീശയൊക്കെ ഒന്ന് പിരിച്ചിട്ട് വന്നിങ്ങനെ ഇരുന്നു. എന്തായിരിക്കും അദ്ദേഹം? എന്നിട്ട് പിന്നെ ഉരുണ്ട് കളിക്കാൻ പറയില്ലേ, അത്രേ പറ്റുള്ളൂ. കാരണം അന്ന് അദ്ദേഹം സർവീസിലാണ്. തന്റെ ജോലിയും തന്റെ ഇതും നോക്കിയിട്ട് അദ്ദേഹത്തിന് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അൺഒഫീഷ്യലി വന്നപ്പോൾ ഇതിനു മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. അൺഒഫീഷ്യലി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ കുഞ്ഞിന്റെ മുമ്പിൽ ഞാൻ എന്തുത്തരം പറയും? ശരിയല്ലേ? ഇത് ഉണ്ടാക്കിയിട്ടാണല്ലോ വിൽക്കുന്നത്. ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കടക്കണ്ട അടുത്ത് വെച്ച് പിടിച്ചുകൂടെ? ഇപ്പോ അതിഥി ദേവോ ഭവ, അതിഥി മന്ദിരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുത്തു. അവര് നോക്കണ്ടെന്നൊന്നും അല്ല അഭിപ്രായം. പക്ഷെ അവരാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ എന്തായാലും ഒന്നുമില്ല, ഒരു സംശയമില്ലാത്ത കാര്യം. അത് പാൻപരാഗിനി തുടങ്ങി ഇന്നിപ്പോ എവിടെ എത്തി നിൽക്കുന്നുണ്ടെന്നല്ല എല്ലാവർക്കും അറിയാം. ഇപ്പോഴും എന്നിട്ട് പറയുന്നത് ഇപ്പൊ മദ്യം വലിയ നല്ലവനായി, കള്ള് അതിലേറെ നല്ലവനായി, യാഗത്തിൽ പറയുന്ന പോലെ സോമരസം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ഇനി എത്തുമെന്നറിയില്ല. എനിക്ക് വളരെ വിഷമത്തോടെ തന്നെയാണ്. കാരണം നമ്മുടെ ചുറ്റും നമ്മുടെ കുട്ടികള് നാളെ നമ്മളെ നോക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നവര് ഇങ്ങനെ പോകുമ്പോ, ഇന്നിപ്പോ സ്ത്രീ ആയിട്ടും കാര്യമില്ല, പുരുഷനായിട്ടും കാര്യമില്ല, സന്ധ്യ ആകുമ്പോഴേക്കും പേടി വരുന്നു. ഒരു കാലത്ത് ഇപ്പൊ സന്ധ്യയും പോയി, പകലും പേടിയായി. ഭയമില്ല, നിർഭയമായിട്ട് എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതെന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. അങ്ങനെ വേണം, അങ്ങനെയുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്നും പറഞ്ഞ് ഒരു കാലത്ത് എല്ലാവരെയും അകത്തിരിക്കുന്നവര് മുഴുവനും കേട്ടിട്ട് പുറത്തിറങ്ങി വന്നവർ, ആരെയും അടിച്ചിറക്കിപ്പോ കൊണ്ടുവന്നതല്ല. ഇന്ന് നേരെ തിരിച്ചാണ്. എല്ലാ അകത്ത് ഇപ്പൊ പറഞ്ഞ പോലെ വാതിലും ഗേറ്റൊക്കെ പൂട്ടി അകത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് വലിയ വലിയ ദുരന്തത്തിലേക്ക് ആയിരിക്കുമോ പോകുന്നത് എന്നുള്ള വിഷമം തന്നെയാണ് മനസ്സിൽ. കാരണം പക്ഷെ എന്നാലും പ്രത്യാശയുണ്ടാവും. കാരണം എപ്പോഴും എവിടെയെങ്കിലും നല്ല ഒരു തിരുനാളും ഉണ്ടാവും. അല്ലെങ്കിൽ ജനം ഒറ്റക്കെട്ടായി വന്നാൽ എന്തിനേയും നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ജോലി അത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പണ്ട് 5 വയസ്സാണെങ്കിലും അവിടെ കിടക്കുന്ന പുളിയങ്കുരു എങ്കിലും പെറുക്കി കൂട്ടാനെങ്കിലും അവനെ കൊണ്ട് ഉപയോഗിക്കും. നമ്മുടെയൊക്കെ ബാല്യത്തില് വേനൽക്കാലം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലൊന്നും ഇല്ല ആർക്കും. അമ്മയും അച്ഛനും പറമ്പിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ പിന്നാലെ പോകാൻ 2 കൊള്ളിത്തണ്ട് വെട്ടാനോ എന്തെങ്കിലും തന്നാലാവും വിധം കുട്ടികളെ കൊണ്ട് അമ്മമാര് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ഇന്ന് ഒരമ്മ പോലും അത് ചെയ്യിക്കുന്നില്ല. ഉറപ്പിച്ചു പറയും, എന്റെ കുട്ടി പഠിക്കുകയാണ്, എവിടേക്കുള്ള പഠിത്തമാണെന്നുള്ളത് പിന്നീടുള്ള കാര്യം. സത്യമായിട്ട് എനിക്ക് വളരെ തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളും നല്ലപോലെ ജോലി ചെയ്ത് അപ്പൊ ഒന്നുകൂടെ കീനായിരിക്കും ബ്രെയിൻ എന്നാണ് എനിക്ക് എന്റെ അനുഭവം തോന്നിയിരിക്കുന്നത്. കാരണം
ഇത് അല്ലാതെ ഈ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പഠിക്കണമെങ്കിൽ പതുക്കെ പഠിച്ചാൽ മതി എന്നറിയാം. അതേസമയം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പശുവിനെ കൊണ്ട് മേയ്ക്കാൻ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്നെ ജോലി ചെയ്യാൻ, കടയിൽ പോകണം, സാധനങ്ങൾ വാങ്ങണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് പഠിച്ചിട്ട് വേണം എന്നൊരു തോന്നല് അവിടെ ആവശ്യബോധം ജനിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം. ഇതൊക്കെ തന്നെയാണ്. ഇനി ഇപ്പൊ ഇതിന് വന്നത്, ഞാൻ അതിന് മുമ്പ് കെമിസ്ട്രി മെയിൻ ആയതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളെയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എക്സ്പെരിമെന്റ് എപ്പോഴും കുട്ടികളെ നമ്മുടെ കയ്യിലെത്തിക്കണമെങ്കിൽ, ടീച്ചിങ് ഇറ്റ് ഈസ് എൻ ആർട്ട് എന്നാണ് പറയുന്നത്. ആ ആർട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് എന്നും പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അല്ലാതെ പാഠപുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആള് നമ്മൾ വിചാരിക്കും പഠിപ്പിക്കുന്ന അത് പോരാ. എൻ്റെ അനുഭവത്തിലും എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടും എന്നും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു തോട്ടിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ ഓരോ കുട്ടികളും വ്യത്യസ്തരായി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മക്കളും പല രീതിയിൽ എത്തുന്നതിന്റെ അന്നത്തെയൊക്കെ നല്ലൊരു അനുഭവം ഇതാണ്. ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് കൊടുക്കുമ്പോൾ കെമിസ്ട്രി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിനോയിലോ സോപ്പ് പൊടി, അപ്പോൾ ഒരു കിറ്റ് തന്നെയാണ് കേട്ടോ ഞാനൊന്നും വാങ്ങിച്ചത് എളുപ്പത്തിൽ. കിറ്റ് വാങ്ങിക്കൊണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കുട്ടികൾക്ക് എന്തെല്ലാം വെള്ള കളറുള്ള പൊടികൾ മാത്രം. ഒരു എസൻസിന്റെ ഒരു കുപ്പിയുണ്ട്, നമ്മുടെ ആസിഡും ഉണ്ട്, ചേർത്തു കുഴച്ച് അത് ഉണ്ടാക്കി. മുമ്പിൽ കണ്ടപ്പോൾ കളറൊക്കെ ചേർന്നപ്പോൾ സർഫാണ് ഉണ്ടാക്കി. അപ്പൊ അന്നും ഭയങ്കര വിലയാണ് സർഫിന്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏകദേശമെങ്കിലും തുല്യമായിട്ട് ആ ക്വാളിറ്റി തന്നെ ഉണ്ടെന്നറിയില്ല. ഇപ്പൊ തോന്നുന്നത് എനിക്ക് തിരിച്ചാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റിയും അത് ക്വാളിറ്റി കുറഞ്ഞതുമാണ്. അന്ന് കാലത്ത് കുറച്ചും കൂടെ ഭേദം ഉണ്ടായിരുന്നു എന്തും മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ ഇത് കാണിച്ചു കുട്ടികൾ, അയ്യോ ടീച്ചർ, അപ്പൊ ഇത്രയുള്ള സർഫിന് 10 രൂപ. അപ്പൊ നമ്മൾ ഇത്രയും ഉണ്ടാക്കുമ്പോൾ ഇത് എത്ര രൂപയാവും? ആയിരങ്ങളായി. അങ്ങനെ ചെറുതായിട്ട് എന്നിട്ട് ആ വർഷം തന്നെ അത് ചെറിയ 10 രൂപ പാക്കറ്റ് ആക്കിയിട്ട് സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിന് കൊടുത്ത് അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. അതില് ആ കുട്ടികളൊന്നും പിന്നൊന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് അവള് ഒരു എവിടുന്ന് തന്നെ കല്ലേപ്പള്ളിയിൽ നിന്നുണ്ടായിരുന്ന നമ്മുടെ സലീനയുടെ വീടിന്റെ അടുത്തുനിന്നാണോന്ന് തോന്നുന്നുണ്ട്, ഒരു ബബിത ഉണ്ടായിരുന്നു. അവളിപ്പോ ചെയ്യുന്നില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ബോംബെയില് വളരെ നല്ല രീതിയിൽ എത്തിയിരിക്കണം. അപ്പൊ അവൾ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് വരുമ്പോ കുറച്ച് ബോട്ടില് ഈ ഫിനോയിൽ കലക്കിട്ട് വന്നു. ഞാൻ നല്ല പഠിപ്പിച്ചിരുന്നു കേട്ടോ. അവൾ അഡ്വാൻസ് ചെയ്തിട്ട് ഫിനോയിലിന്റെ കലക്കി കൊണ്ട് ചെറിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് 5 രൂപ ആ കാലം കേട്ടോ, 5 രൂപ പറഞ്ഞു. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും വാങ്ങും ചെയ്തു. കാരണം വേറൊന്നുമില്ല, ആ കുഞ്ഞിന്റെ മനസ്സിന് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് അവളെ അംഗീകരിച്ചു. 2, അവളുടെ കൂടെയുള്ളവർക്കും ആ കുട്ടികൾക്കും ഇവൾക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കൂടെ, ഈ ഒരു തോന്നലുണ്ടാക്കാനെങ്കിലും അന്ന് അവൾക്ക് സാധിച്ചു. അപ്പൊ ഇതുപോലെ ഇവിടെ വന്നത് ഞാൻ കുടുംബശ്രീയിലെ കുറെ സ്ത്രീകൾക്കെങ്കിലും അറിയുന്നവരുണ്ട്, പക്ഷേ മുമ്പോട്ട് വരില്ല, എല്ലാറ്റിലും ഇങ്ങനെ പുറകിലേക്ക് നിൽക്കുക. അപ്പൊ അവരുടെ കാരണം എന്താണെന്ന് നോക്കി അവരുടെ കൂട്ടത്തിൽ നിന്ന് ചുറ്റും എൻ്റെ വീടിന്റെ പരിസരത്തോ എൻ്റെ എൻ്റെ പഞ്ചായത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മോഹത്തിലും ഈ പ്രോഡക്റ്റുകള് പരമാവധി അവനവന്റെ നാട്ടിലുണ്ടാക്കുന്ന അവനവന്റെ ആളുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മറ്റുള്ളവരിൽ ബോധവൽക്കരണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മറ്റത് ഇവിടെ മലയാളിയുടെ മനഃശാസ്ത്രം എന്താന്ന് വെച്ചാൽ എവിടെ എന്ത് കോംപ്ലിമെന്റ്, എന്താണ് ഫ്രീ എന്ന് കേട്ടാൽ എന്ത് വേണമെങ്കിലും വാങ്ങാൻ ചെല്ലും. ആ ഒരു മനഃശാസ്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള വല്ല ടെക്നിക്സോ, കാരണം നമുക്കൊന്നും അങ്ങനെയുള്ള കള്ളത്തരത്തിന്റെ വശമൊന്നും നമുക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ കപടം തന്നെയാണ് കച്ചവടം. അപ്പോൾ അതിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയല്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ തൽക്കാലം എൻ്റെ കൂടെയുള്ളവർക്കും കൂട്ടുകാരികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് പതുക്കെ ഇതിനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും 10 പേർക്കെങ്കിലും ഉപകാരപ്രദമാവണമെന്നും മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. ഞങ്ങള് ഒരാളൊറ്റയ്ക്കല്ല, ഒരു 4-5 പേര് റിട്ടയർ ഹാൻഡ്സ് ഒരുമിച്ച്. അപ്പോൾ എന്തായാലും പൈസ ബാങ്കിൽ കൊണ്ടിട്ടാൽ കുറച്ച് പൈസ കിട്ടും, അതിൽ കവിഞ്ഞൊന്നുമില്ല. അപ്പോ അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇപ്പൊ മക്കളൊന്നും വലിയ കുഴപ്പക്കാരില്ല. പിന്നെ ഒരുപാടൊന്നും കബീറയുടെ അതേ പോളിസിയാണ്, നമുക്ക് വേണ്ടത് കുറച്ചേ വേണ്ടു, ആ തിരിച്ചറിവുണ്ട്. അല്ലാതെ ഒരുപാട് ഉണ്ടാക്കി അത് വെച്ച് അതിന്റെ ദുരിതം അനുഭവിച്ച ആളും കൂടിയാണ് ഞാൻ. അപ്പോൾ കാരണം പൂർവികമായി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്തുണ്ട് എന്നുള്ളത് അനുഭവിച്ചു. നമുക്ക് വേണ്ടത് മാത്രം വാരുക, അപ്പോൾ വലിയ കുഴപ്പമില്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും.
ഈ 10 കുടുംബങ്ങളെന്ന് പറഞ്ഞാല് അവിടെ ഞാൻ അതിനെ എടുത്തത് ഇങ്ങനെയാണ്. മിക്കവാറും ഈ അറ്റത്ത് നമ്മുടെ കിഴക്കൻ ഏരിയയുടെ പ്രശ്നം നമുക്കറിയാലോ. കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞായാൽ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള പെൺകുട്ടികളാണ്. അതിൽ 1-2 ഞാൻ പഠിപ്പിച്ചതുമുണ്ട്. എനിക്കത് വല്ലാത്തൊരു ദുഃഖം തോന്നി. അപ്പോൾ അങ്ങനെ ഒരു 10 പേര് എടുത്തിട്ട് അവർക്ക് ഇത് തന്നെ ഈ ഉണ്ടാക്കാൻ മെഷീനുമായിട്ട് വലിയ ജോലിയൊന്നുമല്ല. ഈ ഒരു ഉദാഹരണം പറയാം, ഒരു PP സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ, അപ്പൊ അതിന് 4-5 പാർട്സ് ഉണ്ടാവും. അപ്പൊ അത് അവിടെ ഓരോ മെഷീൻ ഓരോന്നുണ്ടാക്കും. പിന്നെ ഇത് അസംബിൾ ചെയ്യാണ്. അസംബിൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്നലെ അവിടെ പോയപ്പോ കിട്ടിയൊരു വാർത്ത എന്ന് വെച്ചാൽ കുറെ കുട്ടികളുണ്ട് അവിടെ എല്ലാ ഈ പറയുന്ന. അപ്പൊ അവർക്ക് നമുക്ക് കൊടുത്താലോ PP ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ബാലവേല പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ തന്നെ. കാരണം ഇന്ന് പേടിയാണ്, സത്യമാണ്. അപ്പൊ വേറെ ഒന്നും പറ്റില്ല. അമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ, കുഴപ്പമില്ല, ഒരു 1000 എണ്ണം വെച്ചിട്ട് കൊണ്ടുവയ്ക്കും. അപ്പൊ കുട്ടിക്കും തോന്നുന്നത് എന്തെങ്കിലും ഒരു പണി, എന്തെങ്കിലും പണ്ട് പുളിങ്കുരുവെങ്കിലും കുത്തി അല്ലേ, ഇപ്പൊ നമ്മളൊക്കെ ചെയ്തവരാണ്. ഒന്നാലേ ചോക്കൂ, ഇന്നത്തെ മക്കൾക്കൊന്ന് കൊടുക്കൂ, എന്നിട്ട് പുളിങ്കുരു ഒന്ന് കുത്തിത്താന്ന് പറയൂ, എന്തെങ്കിലും അറിയോ നോക്കൂ. ആരാ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. മുതിർന്ന തലമുറയെ ഞാൻ എപ്പോഴും കുറ്റം പറയാൻ ആഗ്രഹിക്കുള്ളൂ. ഞാൻ കുട്ടികളെ പറയില്ല, കാരണം നയിക്കുന്നതിൽ പറ്റുന്ന തെറ്റാണ്. വെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ അറിയണം അത് എവിടേക്കാ പോകണമെന്ന്. താഴ്ച എവിടെയാണെന്ന് നോക്കി നമ്മൾ അവിടെ പ്രിവെന്റ് ചെയ്താൽ മാത്രമേ അതവിടെ നിൽക്കുള്ളൂ. അത് നിൽക്കാതെ നമ്മൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇഷ്ടമല്ല. കാരണം കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷയും, അവരാണ് മുന്നോട്ട് വരേണ്ടവരും. അവരിൽ നിന്നൊരു കുറ്റം പറയണ്ട. ഈ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നവരാരാ ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന രാസലഹരി പറയുന്നില്ലേ, കൊടുക്കുന്നവരാരാ? അവനേക്കാളും വലിയവനാണ്. അപ്പൊ ആർക്കാണ് ആദ്യ തരി കൊടുക്കേണ്ടത്? ഒരു സംശയമില്ല എനിക്ക്, മുതിർന്ന തലമുറയ്ക്ക്. അവിടെയാണ് എന്റെ കാതിലിരിക്കുന്നത്. അത് പിടിക്കാത്തിടത്തോളം കാലം ഇവിടെ എന്ത് ജൽപ്പനം നടത്തിയിട്ടും കാര്യമില്ല. ജാഗ്രതാ സമിതിയല്ല, പോലീസല്ല, പട്ടാളമല്ല, ആരും ഒന്നല്ല. അതുപോലെ തന്നെ നിയമങ്ങൾക്കുണ്ട്. പണ്ട് ജയിലിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വര ഗോതമ്പുണ്ട എന്നൊരു വാക്കുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഇന്നതല്ല, ചിക്കൻ, മട്ടൻ എല്ലാം സുഭിക്ഷമായിട്ട്. എന്തിനാണ് പുറത്തിരിക്കുന്നതിനേക്കാൾ നല്ല അകത്ത് പോയിരിക്കുന്നതെന്നുള്ള തോന്നിക്കഴിഞ്ഞു. കുറ്റം പറയുന്നത് സത്യമായിട്ടും വിഷമത്തോടെയാണ് ആ പറച്ചില്ല കേട്ടോ. കാരണം ഇന്നും പല മക്കളുടെ വായിന്ന് കിട്ടുന്ന വാക്കുകളാണിത്. അപ്പോ അതേസമയം ഒരു കാലഘട്ടത്തില് എന്തിനാണ് ആ ജയിലിൽ ഇങ്ങനെയുള്ള കൊടുക്കാൻ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ കണക്കാക്കണം, അവർക്ക് വേണ്ട മിനിമം സാധനങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നവരാ. അത് നമ്മുടെ പുരോഗമനം പരമായത്. അതിന്റെ ഏറ്റവും വേസ്റ്റ് വശത്തിലേക്കാണ് നമ്മളിപ്പോൾ അതിനെയും കൂടെ കൊണ്ടെത്തിച്ചത്. ജയിലിൽ കിട്ടാത്തത് ഒന്നും പുറത്ത് കിട്ടാനില്ല എന്നുള്ള അർത്ഥത്തിലെത്തി. ഇപ്പൊ എല്ലാം കിട്ടുന്നത് എവിടെയാണ്? ജയിലായി കഴിഞ്ഞു. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അവിടെ കിട്ടും. മദ്യം ഉപയോഗിക്കരുത്, അതവിടെ കിട്ടും. ഇപ്പൊ ഇനി രാസലഹരി ആണെങ്കിൽ അത് അവിടെ സുഭിക്ഷമായിരിക്കും. പിന്നെ ഇപ്പൊ ആരെ കുറ്റം പറയുന്നത്? വേലി തന്നെ വിളവ് തിന്നുന്ന കാലം. കുട്ടികളെ കുറ്റം പറയണ്ട. ഞാൻ ആരുടെ മുഖത്തൊക്കെയായാലും പറയാൻ തയ്യാറാണ്. കുട്ടികളല്ല കുറ്റക്കാര് മുതിർന്ന തലമുറ. അവരെ ഒന്ന് ശരിക്കൊന്ന് കൈകാര്യം ചെയ്യട്ടെ. അപ്പോ ഓക്കെ ആയിരിക്കും. കഴിവ് ഏത് കാലത്തും മാനിക്കപ്പെടും. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത്. കാരണം എന്താന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ വളരെ പ്രധാനമാണ്. എനിക്ക് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു കച്ചവടവും, അതേസമയം എനിക്ക് അങ്ങനെയല്ല, ഈ 10 മുഖങ്ങളും ചിരിച്ച മുഖങ്ങളോട് കൂടെ എന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതും രണ്ടും തന്നെ. അപ്പൊ അവിടെ ചെയ്യുന്ന ബിസിനസ് അത് കുറച്ചും കൂടെ, കാരണം പലരും ഉണ്ട്, അത് കുറച്ചും കൂടെ എനിക്ക് പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, 10%, 20% എന്തെങ്കിലും കിട്ടണം എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതേസമയം ഞാനിപ്പോ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്ന ഈ പണികളൊക്കെ എനിക്കതിനല്ല. എന്റെ കൂടെ നിൽക്കുന്നവര്, എന്റെ അടുത്തുള്ളവര്, അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടാവണം. അപ്പോൾ സംരംഭകരായിട്ട് ആണ് വന്നാലും വേണ്ടില്ല, പെണ്ണ് വന്നാലും വേണ്ടില്ല, അവരുടെ കഴിവും കരുത്തും പോലെ ഇരിക്കും മുമ്പോട്ടുള്ള. അപ്പോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് തന്നെ തുടങ്ങണം. മെന്റൽ ക്ലീനിങ് തുടങ്ങണമെന്നാണ് ഞാൻ പറയുക ആദ്യം. കാരണം മാനസികമായ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ നല്ല വിത്ത് പാകിയാല് നന്നായി മുളച്ച് പിന്നെ അതിനെ പരിപോഷിപ്പിച്ചാലേ നല്ല വിളവിലേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ വന്ന ഗാന്ധി ആശ്രമത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു മാനസികാവസ്ഥ പ്രദാനം ചെയ്യുന്ന ആ സ്മരണ നമ്മളിൽ ഉണ്ടാക്കുന്നത് തീർച്ചയായും ആ സ്വദേശി പ്രസ്ഥാനം, അങ്ങനെയുള്ള സ്വയം പര്യാപ്തത, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിയാതെ തന്നെ നമ്മളില് ജനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഗാന്ധി ആശ്രമം.
ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിച്ചത് ബാഹ്യമായ വൃത്തി ഉണ്ടാക്കുന്നതിൽ നമ്മുടെ വീടുകളിൽ. ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു ബഡ്ജറ്റ്, ഇപ്പോൾ ഗവൺമെന്റുകൾക്ക് ബഡ്ജറ്റ് ഉള്ള പോലെ കുടുംബത്തിനും വേണം ഒരു ബഡ്ജറ്റ് എന്ന് ഞാൻ പറയും. വെറുതെ അത് മാസമായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഓരോരുത്തരുടെ താല്പര്യം പോലെ. കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന ഏരിയ ഏതാണ് നോക്കിയപ്പോ പറഞ്ഞു ക്ലീനിങ് ആണ്. ഭക്ഷണത്തിനല്ല. നമ്മളൊക്കെ പെട്ടെന്ന് വിചാരിക്കുക ഭക്ഷണത്തിനായിരിക്കുന്നു. ഭക്ഷണത്തിനല്ല. നമ്മുടെ ആരുടെ വീട്ടിലെ ബഡ്ജറ്റ് എടുത്തോളൂ, ക്ലീനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോ അംഗപ്രത്യംഗ ശരീരത്തിലേക്ക് പല്ല്, അങ്ങനെ ഓരോന്നിനുള്ളത്. ചിലത് കുറച്ച് നീണാൽ കിട്ടുന്നു മാത്രം, ഭക്ഷണത്തിന് കുറവുമാണ്. അപ്പോൾ ഈ ക്ലീനിങ് സാധനങ്ങള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ ബഡ്ജറ്റില് നല്ലൊരു തുക, അല്ലെങ്കിൽ വലിയൊരു വിഷമമില്ലാതെ കുടുംബം. പണ്ടത്തെ സ്ത്രീകളൊക്കെ അങ്ങനെയായിരുന്നു. ഒറ്റ എക്സാമ്പിൾ പറയാം. ഇന്നിപ്പോ ഒരു വീട്ടില് ഒരു 4 അംഗങ്ങളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 രൂപയുടെ കോൾഗേറ്റും ഒരു നമ്പൂതിരി പൽപ്പൊടിയും വേണം. ഏറ്റവും മിനിമം വിചാരിച്ചോളൂ ഒരു മാസത്തേക്ക് എത്ര രൂപ വേണം. പണ്ടിത് എല്ലാ വീട്ടിലും ഉമിയുണ്ട്, അതിനായിട്ട് കരിക്കും. ആ കരിച്ചിട്ട് നന്നായി അതിനെ ഇങ്ങോട്ട് കയ്യിലിട്ട് തിരിക്കും. ചിലത് ഇങ്ങനെ തന്നെ തിരുമിയെടുക്കും, അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരിച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് അന്നത്തെ. അത് തേച്ച് പല്ലാണ് നല്ല കോൾഗേറ്റും ക്ലോസപ്പിന്റെ പരസ്യത്തെക്കാളും വെല്ലുന്ന പല്ലിന്ന് നമുക്ക് ഉള്ളതിന്റെ എനിക്ക് തോന്നിയ കാര്യം. ഇങ്ങനെ ഓരോന്നിലും ശ്രദ്ധയുള്ളവരായിരുന്നു അന്നത്തെ എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച്. അപ്പൊ പുരുഷന്മാരെ എന്താന്ന് വെച്ചാൽ മറ്റൊന്നല്ല, അവര് പുറത്തുപോയി സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആണുങ്ങൾ പുറത്തുപോയി പണിയെടുത്തിട്ട് വരിക, പെണ്ണുങ്ങൾ നല്ല രീതിയിൽ കുടുംബവും കൊണ്ടു നടന്നിരുന്നു. അപ്പൊ കുടുംബത്തിന്റെ ബഡ്ജറ്റില് ആരോഗ്യം ശരിക്കും നിന്നാൽ മാത്രമേ നമ്മുടെ ബഡ്ജറ്റില് മറ്റൊരു, ഇപ്പോഴത്തെ ബഡ്ജറ്റ് ആരെ നോക്കിയാലും അറിയാം, രോഗം അഥവാ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഒരു തുക മിക്കവാറും കുടുംബങ്ങളില് മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. പണ്ട് ഒന്നുമില്ല. മുറ്റത്ത് നിൽക്കുന്ന തുളസിയും പനിക്കൂർക്കയും കുറച്ച് ചുക്കോ കുരുമുളകൊക്കെ കൂടെ ഒരു കഷായം ഉണ്ടാക്കി 2-3 പ്രാവശ്യം കഴിച്ചാൽ എല്ലാ പാരസെറ്റമോളിനേക്കാളും മാറ്റി നിർത്തിക്കൊണ്ട് അസുഖം മാറിയിട്ടും ഉണ്ടാവും. പൈസയും പോവില്ല, മണം നഷ്ടപ്പെടില്ല, സമയവും നഷ്ടപ്പെടില്ല, വിശ്വാസം ഉറപ്പ്, പാർശ്വഫലം ഇല്ലാത്തത്. ഇത്രയും ഗുണങ്ങളുണ്ടായിരുന്നു. ആ സ്ത്രീകളെ ഇന്ന് ഒരു പക്ഷേ പുറത്തിറങ്ങി ഇങ്ങനെ സമ്പാദിക്കുന്ന വെറും കാശിന്റെ രൂപത്തിലേക്ക് എത്തിയപ്പോ പല കുടുംബങ്ങളും പറഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കണ്ട സത്യം അതാണ് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. അവനും ചെയ്യുന്ന ജോലി, അതിൽ നിന്നുള്ള വരുമാനം, അത് കൊണ്ടുവരിക, മരുന്ന് കഴിക്കുന്ന കടയിൽ നിന്ന് ആഹാരം വാങ്ങിക്കുക, മക്കളുടെ കൂടെ ഇരിക്കുക, കഴിക്കുക, തൂക്കി എറിയുക, വേസ്റ്റ്. മാലിന്യത്തെ കുറിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു വലിയ കാര്യതാണ്. വൃത്തിയുടെ കാര്യത്തിലൊക്കെ എന്താ, പണ്ടൊന്നും ഇല്ലല്ലോ. വീട്ടിലല്ലേ ഭക്ഷണം, നമുക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം വീട്ടിലല്ലേ. ഇന്നോ ഇപ്പൊ നമ്മൾ 10 പേരും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. എത്ര പ്ലാസ്റ്റിക് വന്നു, എന്തെല്ലാം സാധനങ്ങൾ വന്നു. പണ്ടെന്തേലും ഉണ്ടോ? ഇല്ല. തേക്കിന്റെ ഇലയോ അല്ലെ, അങ്ങനെ, അല്ലെങ്കിൽ വാഴയുടെ ഇലയോ, ഇല്ലെങ്കിൽ വല്ല പാത്രവും. അപ്പൊ നോക്കൂ, ഈ കാലഘട്ടത്തെ മാറ്റിക്കൊണ്ടുന്നത് പരസ്യങ്ങളും നമ്മൾ നല്ലത് എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ളതിനെ പരസ്യ പ്രചാരണത്തിന്. കാരണം ഇന്നിപ്പോ അത് കേട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് എന്താണ്, ഇവിടുത്തെ നൂർജഹാനിലെ ബിരിയാണിയാണെന്ന് കേട്ട് ഇന്ന് കുട്ടിയോട് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളീയന്റെ ഭക്ഷണം എന്താ? ബിരിയാണി. സംശയിക്കുകയും വേണ്ട. ചോറൊക്കെ വിട്ടുകഴിഞ്ഞു നമ്മൾ. അതുപോലെ ക്ലീനിങ്ങിന്റെ സാധനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ട് നമുക്കുള്ള ക്ലീനിങ് എന്താ? എല്ലാ ചൊവ്വയും വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ ചാണകവും എല്ലാ ദിവസവും ചാണകവെള്ളം കലക്കി തളിക്കും ചുറ്റും. ചൊവ്വയും വെള്ളിയും വീടിന്റെ ഉള്ളില് ചാണകം തേച്ച, അന്നൊന്നും തറ മിക്കവാറും എല്ലാം അങ്ങനെ തന്നെ. പൂർവ്വം ഉള്ള വീടുകളിൽ മാത്രമാണ് റെഡ് ഓക്സൈഡ് ഇട്ടുള്ള വീടുകൾ തന്നെ ഉള്ളൂ, ബാക്കിയെല്ലാം. പക്ഷെ അതും വെച്ച് കമുകിന്റെ പാള മുറിച്ചും വെച്ചിട്ടാണ് ഇങ്ങനെ പഠിച്ചെടുത്ത് ഏറ്റവും. അപ്പോൾ ഹൈജീനിക് മാത്രമല്ല, ജെംസ് ഫ്രീ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലീനിങ് ആയിരുന്നു. 10 രൂപയുടെ ചെലവുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇന്നിപ്പോ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഇവിടം വരെ എത്തി. ഓരോന്നിനും ഓരോ പേരായി. മറ്റത് എല്ലാം കൂടെ ഒന്നാണ് അല്ലെ. ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ബാത്റൂം ക്ലീനർ,
അവിടുന്ന് ഇനി അതിലേക്ക് കടക്കുന്നുണ്ടോ ഓരോന്നും. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ പഠിച്ചത് സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ അറിവ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം പുറത്ത് 500 രൂപ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ അത്ഭുതം പോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഇത്രയും പോകുന്നൊരു ബോട്ടിലിന് 50 രൂപ കൊടുക്കുമ്പോൾ ഏകദേശം അതിന്റെ 4 മടങ്ങ് അല്ലെങ്കിൽ 6 മടങ്ങ് വലിപ്പമുള്ള അത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുകയെ ചെലവാകുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് ലാഭം മാത്രമല്ല, നമുക്ക് നല്ല സാധനം കുറഞ്ഞ വിലയില് വിശ്വാസപൂർവം നമുക്ക് ഉപയോഗിക്കാം. അതിനകത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ വാങ്ങുന്നതിനകത്ത് എഴുതി വെച്ചത് ഒന്നായിരിക്കാം, അതിനകത്തിരിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വസ്ത്രം കഴുകാമെന്ന് പറയാൻ നിറം പോവില്ല മണം പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നാലും വസ്ത്രം കുറച്ച് കഴിഞ്ഞാൽ കാണില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് പല ഡിറ്റർജന്റുകളുടെയും സ്വഭാവം. പക്ഷെ ആരും ഇത് പറയില്ല. കാരണം മലയാളിയുടെ സ്വഭാവം അവർ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട്. പുറത്ത് പറയില്ല, നാണക്കേടാണ്, ആ ഒരു തോന്നലാണ്. അതേസമയം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവരങ്ങനെയല്ല. അവർക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാന്ന് പറഞ്ഞാൽ അവര് ജന്മ അവകാശം പോലെയാണ്. എന്ത് സാധനം ചോദിച്ചാലും വില കുറച്ച് അവര് വാങ്ങിച്ചു പോകും. അതുപോലെ ഉള്ള സാധനം നല്ലതായിരിക്കണമെന്ന് കൃത്യമായിട്ട് അതിനൊരു നിരീക്ഷണമൊക്കെ ഉണ്ട്. നമുക്കതില്ല. നമുക്ക് ഏറ്റവും നല്ല പരസ്യകാര അമിതാഭ് ബച്ചന്റെ ആണോ ഏറ്റവും നന്നായി, ഷാറൂഖ് ഖാൻ ആണെങ്കിൽ 2ാം തരം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുതലെടുത്തിട്ടാണ് എല്ലാ കച്ചവടക്കാരും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർമുഖേട്ടന്റെ ഇവിടെയുള്ള നമുക്ക് കിട്ടിയ ക്ലാസ് അതിന് വ്യത്യസ്ത, അതായത് ഹാർപ്പിക് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, സോപ്പ് ഓയില്, ഫാബ്രിക് വാഷ്, ഇനി ഡിഷ് വാഷ്, ചുരുക്കം ഈ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് പർപ്പസിനായിട്ടുള്ള എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്നും എത്ര നന്നായി ഉണ്ടാക്കാമെന്നും എത്ര വിലക്കുറവിൽ ഉണ്ടാക്കാമെന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചു. Big